പാമ്പന്റെ ചിത്രം വരച്ചാൽ ഒരു കലാകാരന്റെ ചിത്രമാണ്. പക്ഷേ നാഗദേവതയുടെ ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഒരു മുശ്രിക്കിന്റെ ഷിർക്കിന്റെ രചന. ഞാൻ വീട്ടിലെ മൂലി ഒരു കല്ല് കുഴിച്ചിട്ടാ ഒരു കല്ല വേണമെങ്കിൽ കുട്ടിയാക്കൈമ പോയിരിക്കാം. പക്ഷേ അത് പ്രതിമയോ പ്രതിഷ്ഠയോ പൂജാവസ്തു ആണെങ്കിൽ ഷിർക്കിന്റെ പ്രതീകമാണ്. ഞാൻ പലിശ വാങ്ങിയാൽ ഹറാമാണ്. പക്ഷേ സാമ്പത്തിക കാര്യം എന്റെ ദുന്യാവിന്റെ കാര്യമാണ്. അവിടെ ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് പലിശ വാങ്ങിയാൽ ഷിർക്കാണ്. കൈക്കൂലി വാങ്ങിയാൽ ഹറാമാണ്. പക്ഷേ സ്വത്ത് സാമ്പത്തിക കാര്യം എന്റെ ദുന്യാവിന്റെ കാര്യമാണ്, ഭൗതിക കാര്യ ജീവിതത്തിന്റെ കാര്യമാണ്. ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, അന്തുമാലമയൂരി ദുന്യാക്കും ദുന്യാക്കും എന്ന്. അതുകൊണ്ട് ഞാൻ അത് വിചാരിച്ച് ഞാൻ കൈക്കൂലി വാങ്ങിയാൽ അതെന്റെ ദുന്യാവിന്റെ കാര്യമാണ്, അതിൽ മതം ഇടപെടാന്ന് വിചാരിച്ച് കൈക്കൂലി വാങ്ങിയാൽ ഷിർക്കാണ്, അല്ലെങ്കിൽ ഹറാമാണ്. നമസ്കാരം അല്ലാഹുവിന് വേണ്ടി നിർവഹിച്ചാൽ ഇബാദത്ത്, അശ്രദ്ധമായി നിർവഹിച്ചാൽ ഹറാം, ജനം കാണാൻ വേണ്ടി നിർവഹിച്ചാൽ ഷിർക്ക്. അതുപോലെ വോട്ട് അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നേർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ചെയ്താൽ ഷിർക്ക്. ഇസ്ലാമിന്റെ മുസ്ലിംകളുടെ മുഖ്യ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്താൽ ഇബാദത്ത്. ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ പോയാൽ ഷിർക്ക്, ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ ഇബാദത്ത്. മനസ്സിലായോ? ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ പോയാൽ ഷിർക്ക്, ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ ഇബാദത്ത്. അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ ഉയർത്താനോ ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചും വോട്ട് ചെയ്യാൻ പോയാൽ ഷിർക്ക്. ഇസ്ലാമിക സമൂഹത്തിന്റെ താല്പര്യ സംരക്ഷണത്തിനോ മൗലിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനോ ചെയ്താൽ ഇബാദത്ത്. ഇതന്നെ സംഭവം, ഇതാ സംഭവം. ഇത് മനസ്സിലാകാത്തതിനെ പറ്റൂലല്ലോ. ഇത്രയൊക്കെ നീയത്തിനെ കുറിച്ച് അറിയാത്തവരും നമ്മളെ ഈ കൗമിലുണ്ടോ? എങ്കിൽ വലിയ ഇതിപ്പോ നമ്മള് ജമാഅത്തുകാരോട് ചോദിച്ചു, അവരിപ്പോ ഇങ്ങോട്ട് ചോദിക്കുക. ഇത്രയും കാലം ജമാഅത്തുകാരോട് നമ്മൾ ചോദിച്ച ചോദ്യത് ഇത്രയും ലോകം തിരിയാത്തവരുണ്ടോ? ഇപ്പൊ നമ്മളോട് അവരൊന്നും ചോദിക്കുക, ലോകം തിരിയാത്തവരുണ്ടോ? ഉണ്ടോ? ഇതാണല്ലോ ജമാഅത്ത് ഇസ്ലാമിയോട് നേരത്തെ ഇവിടെ മുജാഹിദുകൾ പറഞ്ഞത്, ഇവിടെയുള്ള ജമാഅത്തുകാരല്ലാത്തവരൊക്കെ പറഞ്ഞത് വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യൽ ശിർക്കല്ല, വോട്ട് ചെയ്യൽ ശിർക്കല്ല. ഉണ്ടോ? അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? ജമാഅത്ത് ഇസ്ലാമി നേരത്തെ പറഞ്ഞത് ഈ അർത്ഥത്തിലല്ല, എന്നിട്ടൊരു തട്ടിപ്പ്. എന്താ തട്ടിപ്പ് എന്നറിയോ? ആ ഭരണവ്യവസ്ഥ, ഏതാ ഭരണവ്യവസ്ഥ നോക്ക്. ഇത് ചോദ്യോത്തരങ്ങൾ. ഒരുപക്ഷെ ജമാഅത്തുകാരൻ വീട്ടിൽ പോയിട്ട് ചോദ്യോത്തരം വായിച്ചു നോക്കിയാൽ ചിലപ്പോ കണ്ടോണമെന്നില്ല, ആ പരിശോധിക്കണം. ഇത് 1973 ഇറങ്ങിയ 1973 പുറത്തിറങ്ങിയ ചോദ്യോത്തരങ്ങൾ. ആ ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഇത്. ഈ പുസ്തകത്തില് വളരെ വ്യക്തമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അസംബ്ലിയിൽ പോകുന്നതും ഒരു അനിസ്ലാമിക ഭരണഘടനയ്ക്ക് കീഴിൽ ഒരു മതേതര ജനാധിപത്യ സ്റ്റേറ്റ് വ്യവസ്ഥ സ്ഥാപിക്കാനാണെങ്കിൽ അത് നമ്മുടെ തൗഹീദാദർശത്തിനും മതത്തിനും വിരുദ്ധമായിരിക്കും. എന്നിട്ടിപ്പോ ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് അയാൾ അത് ഉദ്ധരിച്ചെന്തിനാ? വോട്ട് ചെയ്യാന്നതിന്. ഇത്രയും കാലം അത് ഉദ്ധരിച്ചെന്തിനാ? വോട്ട് ചെയ്യാൻ പാടില്ല എന്നതിനാ ഇത്രയും കാലം അത് ഉദ്ധരിച്ചത്. വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ വോട്ട് ചെയ്യാം എന്നതിന് തെളിവായിട്ട് അത് ഉദ്ധരിക്കുന്നത് കേട്ടോ. ഇത്രയും കാലം വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് ജമാഅത്തുകാർ പറഞ്ഞത് ഇതേ വാചകം വെച്ചുകൊണ്ടാ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അസംബ്ലിയിൽ പോകുന്നതും ഒരു ഇസ്ലാമിക ഭരണഘടനയ്ക്ക് കീഴിൽ ഒരു മതേതര ജനാധിപത്യ സ്റ്റേറ്റ് വ്യവസ്ഥ സ്ഥാപിക്കാനാണെങ്കിൽ അത് നമ്മുടെ തൗഹീദാദർശത്തിനും മതത്തിനും വിരുദ്ധമായിരിക്കും എന്ന് ജമാഅത്തുകാരൻ ഇത്രയും കാലം പറഞ്ഞത് വോട്ട് ചെയ്യൽ ശിർക്കാന്ന് പറയാൻ. വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴോ വോട്ട് ചെയ്യൽ അനുവദനീയാണ് എന്ന് പറയാൻ അതേ തെളിവ് കണ്ടോ. എന്നിട്ട് പറയാണ് ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, ഇത് ഈ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോ ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് പറഞ്ഞ മാനദണ്ഡത്തിൽ വോട്ട് ചെയ്യാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് അവകാശമുണ്ടോ? 1973 പറഞ്ഞ ജമാഅത്തുകാരൻ ഇല്ല എന്ന്. വോട്ട് ചെയ്യാൻ പാടില്ല. വോട്ട് ചെയ്യല് നമ്മെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതെപ്പോഴാ? ആളിന്റെ എണ്ണം കൂടുമ്പോഴല്ല. നമ്മുടെ ആളിന്റെ എണ്ണം കൂടുമ്പോ നമുക്ക് വോട്ട് ചെയ്യാന്നല്ല. മുസ്ലിങ്ങളാകെ പ്രശ്നത്തിലാകുമ്പോ അവരെ സമുദ്ധരിക്കാൻ വോട്ട് ചെയ്യാന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് നോക്കൂ, വോട്ട് ചെയ്യാം എപ്പോൾ? ജമാഅത്തെ ഇസ്ലാമി 1973 പറഞ്ഞതെന്നറിയോ? അതെ, എങ്കിലും വല്ലപ്പോഴും ഗണ്യമായ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെ നിലവിലുള്ള ഭരണഘടന മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കത്തക്കവണ്ണം രാജ്യത്തെ പൊതുജനാഭിപ്രായം നമ്മുടെ വിശ്വാസാദർശങ്ങൾക്ക് അനുകൂലമായി തീരുന്ന പക്ഷം ആ മാർഗം ഉപയോഗപ്പെടുത്താതിരിക്കാനായുമില്ല. യുദ്ധം കൂടാതെ തന്നെ നേരാവണ്ണം നേടാനാവുന്ന കാര്യം വക്രമാർഗേണ നേടണമെന്ന് ശരീഅത്ത് നമ്മോട് ആജ്ഞാപിച്ചിട്ടില്ല. പക്ഷേ ഈ നയം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ
നാം സ്വീകരിക്കൂ. ഏതാണ് ആ സാഹചര്യം? 3 സാഹചര്യം. ഏതാ 3 സാഹചര്യം? ഒന്നാമതായി, രാജ്യത്ത് പൊതുജനാഭിപ്രായം ഏതെങ്കിലും വ്യവസ്ഥയ്ക്ക് അനുകൂലമായി തീരുക എന്നതുകൊണ്ട് തന്നെ ഫലത്തിൽ ആ വ്യവസ്ഥ സംസ്ഥാപിതമാവുന്ന സവിശേഷ സാഹചര്യം സംജാതമാവുക. രണ്ടാമതായി, നാം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വഴി രാജ്യത്തെ ഗണനീയമായൊരു ഭൂരിപക്ഷത്തെ നമ്മുടെ ആദർശത്തിന് അനുകൂലമാക്കി തീർക്കുകയും അനിസ്ലാമിക വ്യവസ്ഥയ്ക്ക് പകരം ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കുക എന്നത് പൊതു ആവശ്യമായി തീരുകയും ചെയ്യുക. മൂന്നാമതായി, തെരഞ്ഞെടുപ്പിൽ അനിസ്ലാമിക ഭരണഘടനക്ക് വിധേയമായി തെരഞ്ഞെടുപ്പുകൾ അനിസ്ലാമിക ഭരണഘടനക്ക് വിധേയമായി കൊണ്ടാവാതിരിക്കുക. മറിച്ച് തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനം തന്നെ രാജ്യത്തിന്റെ ഭാവി വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ അധിഷ്ഠിതമാകണമെന്ന ചോദ്യമാവുക. ഈ 3 അവസ്ഥകൾ ഉണ്ടായാലല്ലാതെ വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് എഴുതി വെച്ചത്. അങ്ങനെ വോട്ട് ചെയ്താൽ അത് ശിർക്കാണെന്നാണ് എഴുതി വെച്ചത്. എന്നിട്ട് ആ വാക്ക് വായിച്ചിട്ടാ പറഞ്ഞു വോട്ട് ചെയ്യാനാ പറഞ്ഞത്. അതേ വാചകം വായിച്ചിട്ടാ പറഞ്ഞത്. ഇത് ഇവരുടെ തട്ടിപ്പാ. ഇവര് പറയുന്നു വേറൊരു കാര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ വേറെ ചെയ്യും. അത് ഇവർ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തേ. ആര്? മൗദൂദി സാഹിബ് തന്നെ. മൗദൂദി സാഹിബ് തന്നെ പഠിപ്പിച്ചു കൊടുത്താണ് ഈ അടവ്. കാര്യം എന്താ നിങ്ങൾക്കറിയോ? 1952 സെപ്റ്റംബറിലെ തർജുമാനിൽ 1952 സെപ്റ്റംബറിലെ തർജുമാനിൽ ജമാഅത്തുകാരൻ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ചോദിക്കണം നേതാക്കന്മാരോട്. 1952 തർജുമാനിൽ മൗദൂദി സാഹിബ് എഴുതി പെണ്ണ് ഭരിക്കാൻ പാടില്ല, പെണ്ണിനെ ഭരണത്തിൽ കൊണ്ടുവരാൻ പാടില്ല, ഇസ്ലാമിക വിരുദ്ധാണ്. ഖുർആനിലെ ആയത്തുകൾ ഓതി 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 സൂറത്തുൻ നിസായിലെ 34-ാമത്തെ ആയത്ത് അങ്ങനെ തുറന്നു വരുന്ന ആയത്തുകളൊക്കെ ഓതി ഓതി അദ്ദേഹം സമർത്ഥിച്ചു. 1952 സെപ്റ്റംബർ മാസത്തിലെ തർജുമാനിലാ പറഞ്ഞത് പെണ്ണ് അധികാരത്തിൽ വരാൻ പാടില്ല. പക്ഷെ 1964 എത്തി. 52-ലാണ് ഇത് എഴുതിയത്. 64 എത്തിയപ്പോ എന്തെടുത്തെന്നറിയോ? മുഹമ്മദ് അലി ജിന്ന, ആ മുഹമ്മദ് അലി ജിന്നയുടെ സഹോദരി ഫാത്തിമ ജിന്നയെ അയ്യൂബ് ഖാന്റെ എതിർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. അപ്പൊ ആരാ ഇലക്ഷൻ നിൽക്കുന്നത്? അയ്യൂബ് ഖാന്റെ എതിരായി ആയിക്കൊണ്ട് ഫാത്തിമ ജിന്ന, മുഹമ്മദ് അലി ജിന്നയുടെ സഹോദരിയാ. അപ്പോ ജമാഅത്തുകാർ ഇവർക്ക് വോട്ട് ചെയ്യണം. ആർക്ക്? മുഹമ്മദ് അലി ജിന്നയുടെ സഹോദരി ഫാത്തിമ ജിന്നക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തു. അവസാനം ജമാഅത്തുകാരൻ